ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ കാലത്തിന് ശേഷമല്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. കുറച്ച് ഇടയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അതുകൊണ്ടാട്ടോ ഇടയ്ക്കൊന്നും കാണാഞ്ഞത്. ഇനി പറ്റുന്ന പോലെ ആക്റ്റീവായിട്ട് വരാൻ വേണ്ടി നോക്കാവേ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോയായിരുന്നു കേട്ടോ. അപ്പം പോണേക്കാൾ മുന്നേ അതിൻ്റെ ഇൻട്രോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് റണ്ണിങ്ങും പോണേൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പോയി വന്ന് ഇപ്പോൾ ഫ്രഷൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ ഒരു ഇൻട്രോ എടുത്തേക്കാന്ന്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, എവിടെയാണ് നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഇത് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു സഫാരി പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കാണ്. ഒരു 160 സംതിങ് സ്പീഷ്യസ് അവിടെ ഉണ്ട് എന്നാണ് പറയണത്. ഇവിടെ പല ടൈപ്പ് ഓഫ് എനിമൽസ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിയാണെങ്കിലും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് എടുക്കണം എന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ഒന്നുമല്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ സംസാരത്തിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നുണ്ടാവും. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഞാൻ ജന്തു എന്ന് പറയുന്നത് കേട്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട. എനിക്ക് എല്ലാ മൃഗങ്ങളും ജന്തുവാണ്. ആദ്യം ചെന്ന് കയറിയപ്പോൾ കുറേ ഈ കഴുതേനെയും ഒക്കെ പോലത്തെ കുറേ മൃഗങ്ങളെ കണ്ടേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ കാശ് പോയി എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ പോയപ്പോഴാണ് സീബ്ര, അതുപോലെ തന്നെ ഹിപ്പപ്പൊട്ടാമസ്, ടൈഗേഴ്സ്, ഹെയിൻസൊക്കെ കണ്ടത്. ഹെയിൻസിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കാർ ത്രൂ ഡ്രൈവും ഉണ്ട്, പിന്നെ നമുക്ക് വാക്കിംഗ് ഉണ്ട്. ഈ 2 ഓപ്ഷനാണുള്ളത്. പിന്നെ സ്റ്റേ ചെയ്യേണ്ടവർക്ക് അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യാം. അതിനുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ് അത്. കുട്ടികൾക്കൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അവർക്ക് മറ്റേ ക്രയോൺസും പെയിൻറ്റിങ്ങും അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ള പെയിൻറ്റിങ് കോമ്പറ്റീഷൻസൊക്കെ ഉണ്ട്. കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ. പിന്നെ നമ്മളിങ്ങനെ കാണും, സിനിമയിലൊക്കെ കാണാറില്ലേ, ഫേസിലും കയ്യിലൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ചിലവർ പറയുന്നത് വാക്ക് ത്രൂവിനെക്കാട്ടി നല്ല ഡ്രൈവ് ത്രൂ ആണെന്നാണ്. കാരണം നമുക്ക് ശരിക്കും നമ്മുടെ അടുത്ത് നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. ഈ ടൈഗേഴ്സൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ പോകുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു ആദ്യം. ഈ ടൈഗേഴ്സൊക്കെ അടുത്ത് വരും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് നമ്മളെ ഉപദ്രവിക്കുമോ അല്ലയോ ഒന്നും അറിയില്ല. പിന്നെ എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ കോൺവെർസേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് പാമ്പിനെ കുറിച്ചൊക്കെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിൻ്റെ ഒരു പിക്ചർ പോലും ഞാൻ കാണില്ല. ഹസ്ബൻഡ് പാമ്പൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഓരോ സമയത്തും എവിടെയാണ് പാമ്പ് എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമായിരുന്നു. ടൈഗറിനെയും ഒക്കെ അടുത്ത് കാണും, ലയണിനെയൊക്കെ അടുത്ത് കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് ലയണിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ നിങ്ങളൊരു ജീപ്പ് കണ്ടില്ലേ വീഡിയോയിൽ? ആ ജീപ്പ് ഇങ്ങനെ ആൾക്കാർ, സ്റ്റാഫുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ ഈ അനിമൽസൊക്കെ ഒരു സൈഡിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ ഈ നമുക്ക് പാസഞ്ചേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെ അടുത്ത് കൂടിയൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി ഡയറക്ഷൻ മാറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലയണിനൊക്കെ അടുത്ത് വന്നപ്പോൾ ഭയങ്കര ഇതുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേടി ഉണ്ടായിരുന്നു. ഒന്ന് സ്ക്രാച്ച് ചെയ്യുമോ, വണ്ടി സ്ക്രാച്ച് ചെയ്യുമോ, അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഗ്ലാസ് വന്ന് ഇടിക്കുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ അവർ അത്ര അങ്ങ് ഡേഞ്ചറായിട്ടൊന്നുമല്ല അവരവിടെ. ചിലപ്പോൾ അവർ നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. ജിറാഫിനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടത്. കാരണം നമ്മൾ മൂവീസിലൊക്കെ അല്ലേ കാണുന്നുള്ളൂ. ഹെയിൻസിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ലയൺ കിങ് മൂവി ആട്ടോ ഓർമ്മ വന്നത്. ലയൺ കിങ് മൂവിയിലാണ് എനിക്ക് ഹെയിൻസിനെ കുറിച്ച് കൂടുതൽ ഞാൻ വായിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്തത്. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഡിഫറെൻറ്റ് മാനിൻ്റെ പല ഇതിനൊക്കെ കണ്ടു. അങ്ങനെ കുറേ ഇങ്ങനെ പോയപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കുറേ ചമ്മലകൾ ഇങ്ങനെ കൂട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കുറുക്കൻ കിടക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നോട്ടീസ് ചെയ്തില്ല ആദ്യം ദൂരത്തുനിന്ന് വരുമ്പോൾ. കാരണം അതിൻ്റെ സ്കിന്നും ചമ്മലയുടെ കളറും ഒരുപോലെയായിട്ട് അധികം മനസ്സിലായില്ല. ക്ലോസ് ആയി ചെല്ലുമ്പോഴാണ് മനസ്സിലായത് അതൊരു കുറുക്കനാണ് എന്നൊക്കെ മനസ്സിലായത്. പിന്നെ നമുക്കത് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വാക്ക് ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു വഴി കൂടെ തന്നെയാണ് പോകുന്നത്. നമുക്ക് ഇത്ര ഒരു അടുത്തുനിന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവില്ല. ഇവർക്ക് നന്നായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ കൊടുക്കുമ്പോഴൊക്കെ. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടം അങ്ങനെ എനിമൽസിനെയൊക്കെ.
അപ്പോൾ ഹസ്ബൻഡ് നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ആദ്യത്തെ 1-2 തവണ കൊടുത്തപ്പോൾ പിന്നെ ഓക്കെ ആയി. പിന്നെ ചില എനിമൽസൊക്കെ വന്നിട്ട് നക്കുകയൊക്കെ ചെയ്യും, നക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തോ പോലെ കൈ അങ്ങനെയൊക്കെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ടൈഗേഴ്സൊക്കെ വിശന്നിട്ടാണോ അതോ അവർക്കിങ്ങനെ രാവിലെ മുതൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവർക്ക് തലയ്ക്ക് ഭ്രാന്ത് വന്നിട്ടാണോ, അവർക്കും ഉണ്ടാവുമല്ലോ ഫ്രസ്ട്രേഷൻസൊക്കെ, അതുകൊണ്ടാണോ ഇങ്ങനെ നടക്കുന്നത്. വൈറ്റ് ടൈഗേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നി കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് പോകുന്നേക്കാൻ മുന്നേ. അപ്പോൾ എനിക്ക് ആകെ ഒരു അന്താളിപ്പും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചങ്ങ് പോയപ്പോൾ ഒരു കാളേനെ കണ്ടേ. എൻ്റെ കൊമ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു, ദൈവമേ നമുക്ക് വേഗം പോവാം, ഫ്രണ്ടിലുള്ള വണ്ടികളൊക്കെ വേഗം പോകണമെങ്കിൽ നമുക്ക് പോകാം. കാരണം അത് വന്നിട്ട് കാറിൽ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമായി നമ്മുടെ കാറ്. അങ്ങനെ കുറേ പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഈ മാനൊക്കെ ഉണ്ടാവല്ലോ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാൻസ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ഇറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ അവിടെയൊക്കെ. അതൊന്നും ഉപദ്രവിക്കുകയൊന്നും ഇല്ല തോന്നുന്നു. പിന്നെ ജിറാഫിനൊന്നും ഫുഡ് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നു, ഞാൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എനിമൽസിനെയൊക്കെ അടുത്ത് നിന്ന് കാണുന്നത്. സൂവിലൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ മുന്നേ, ട്രിപ്സൊക്കെ പോയി കഴിഞ്ഞപ്പോൾ. പിന്നെ നാട്ടിലിരിക്കുന്ന സമയത്തൊക്കെ തൃശ്ശൂരൊക്കെ സൂവിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുക, അവർ നമുക്ക് അതിനെ തൊടാൻ പറ്റുക, അതൊക്കെ കുറച്ചൊരു വ്യത്യാസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പോയതിന് ശേഷം ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവർ പക്ഷേ ഈ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അവർക്ക് പിന്നെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളത് ആ ഭാഗത്ത് അറിയുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പോണ സമയത്ത്. അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. ഞങ്ങൾക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടും അതൊരു റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ടായില്ല. എനിക്ക് ഓരോ ജന്തുക്കളെ കാണുമ്പോഴും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ തൃശ്ശൂർ സൂവിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്ര സ്പീഷ്യസിനൊന്നും കണ്ടിട്ടില്ല. സാധാരണ നോർമലി കാണുന്ന മങ്കീസ്, ടൈഗേഴ്സിനെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്. അപ്പോൾ കാണാത്ത ജന്തുക്കളെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കോഫി ഷോപ്പും, ഇത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നടന്ന് പോയി വന്നാലോ അല്ലെങ്കിൽ കാർ ടു ഡ്രൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാലോ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോവാം, ഫുഡ് കഴിക്കാം, ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം. ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോ സീസൺ സമയത്തൊക്കെ ഓരോ ഓഫേഴ്സൊക്കെ ഉണ്ടാവും ടിക്കറ്റിനൊക്കെ. ആ സമയത്ത് ബൈ 1 get 1 ടിക്കറ്റൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഫുഡിന്, ഇവർക്ക് ഫീഡ് ചെയ്യേണ്ട ആ ഫുഡിന് നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് കൊടുത്തിട്ട് വേണം കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഒരു നാച്ചുറൽ ഫീലിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ.